ഉപ്പും മുളകും സിറ്റ്കോം താരം സിദ്ധാർത്ഥ ഓടിച്ച വാഹനം ഇടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. മദ്യലഹരിയായിരുന്നു സിദ്ധാർത്ഥ എന്നാണ് പുറത്തുവരുന്ന വിവരം. MG റോഡിൽ വെച്ച് ബുധനാഴ്ച രാത്രി 8:30ഓടെയാണ് സംഭവം നടന്നത്. അപകടം കണ്ട് ചോദ്യം ചെയ്ത നാട്ടുകാർ നേരെ ഇയാൾ അപസ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ഉണ്ടായി. സ്വഭാവത്തിലല്ല സിദ്ധാർത്ഥയെന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ കണ്ടവർ പറയും. ദൈവം, കോടതി ഇതൊക്കെ നോക്കിക്കോളും എന്നെല്ലാം സിദ്ധാർത്ഥ റോഡിൽ കിടന്ന് പറയുന്നുണ്ട്. ചുറ്റും ആളുകളും കാണാൻ നിൽക്കുന്ന നാട്ടുകാരും സിദ്ധാർത്ഥിൻ്റെ കാൽ കെട്ടിയിട്ടുണ്ട്. റോഡിൽ നിന്നും ഇയാളെ വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതായിട്ടും കാണാം. നാട്ടുകാർ പറയുന്നത് പ്രകാരം കാൽനട യാത്രക്കാരനെ സിദ്ധാർത്ഥിൻ്റെ കാർ ഇടിച്ചിട്ടെന്നും പുറമെ പരിക്കു പറ്റിയ ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സിദ്ധാർത്ഥ അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ദൈവം, കോടതി ഇതൊക്കെ നോക്കിക്കോളുമെന്നാണ് സിദ്ധാർത്ഥ അവരോട് പറഞ്ഞത്. ഫ്ലവേഴ്സ് ടിവിയിലെ ഉപ്പും മുളകും എന്ന സിറ്റ്കോമിലെ അടുത്തിടെയാണ് സിദ്ധാർത്ഥ വന്നത്. നേരെ മഴവിൽ മനോരമയുടെ തട്ടിയും മുട്ടിയും എന്ന സിറ്റ്കോമിലൂടെ സിദ്ധാർത്ഥ വൻ ജനപ്രീതി നേടിയിരുന്നു. ബാലതാരമായി വന്നതിനാൽ തന്നെ പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടവും സിദ്ധാർത്ഥനോടുണ്ട്. ഇതുവരെ വിവാദങ്ങളിൽ ഒന്നും തന്നെ സിദ്ധാർത്ഥ പ്രഭുവിൻ്റെ പേര് കേട്ട നടൻ സിദ്ധാർത്ഥ പ്രഭു നടറോഡിൽ വെച്ച് അക്രമാസക്തനായ വാർത്ത വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. സിദ്ധാർത്ഥ മദ്യലഹരിയിലായിരുന്നു എന്ന് പുറത്തുവരുന്ന വിവരം സിദ്ധാർത്ഥിനെ വിമർശിച്ചും പരിഹസിച്ചും ഒരുപാട് കമന്റുകളാണ് വരുന്നത്. ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ നടൻ തന്നെയാണ് സിദ്ധാർത്ഥ. ഈ സിറ്റ്കോമിലെ പ്രധാന ആകർഷണ ഘടകമായി മാറാൻ സിദ്ധാർത്ഥയ്ക്ക് ലഭിച്ചു. പെട്ടെന്നാണ് സാധിച്ചിട്ടുള്ളത്. സിദ്ധാർത്ഥിൻ്റെ വിവാദം പല ചർച്ചകളും ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഉപ്പും മുളകിൽ അഭിനയിക്കുന്ന മിക്കവരും വിവാദങ്ങളിലാണല്ലോ എന്നാണ് പലരുടെയും ചോദ്യം. 2021 മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണപൂർവ്വമായ DJ പാർട്ടിയിൽ സിദ്ധാർത്ഥമുണ്ടായിരുന്നു എന്ന് അന്ന ജോൺസൺ ഇപ്പോൾ പറയുന്നുണ്ട്. സിദ്ധാർത്ഥ മദ്യപിച്ച് വണ്ടി ഓടിച്ചത് ഒരാളെ തട്ടി അതിൻ്റെ ഞാൻ ലഘൂകരിക്കുന്നില്ല. അവിടെ നാട്ടുകാർ ചെയ്ത പ്രവൃത്തിയാണ് എനിക്ക് ഭീകരമായി തോന്നുന്നത്. ഒരാളെ വണ്ടി തട്ടിയാൽ അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക, ഇവരെ കഴുത്തും പിടിച്ച് ഞെരിച്ച് റോഡിൽ ചവിട്ടുന്നു. ഇതാണോ പ്രമുഖമായ കേരളം? 2 മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞ് കുറേ പേർ കുറേ പേർ പരിതാപിച്ചിരുന്നു. ഇപ്പോൾ ആർക്കും പരിഹാരമില്ലേ? അവൻ ഒരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്, അവൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എന്ന് കുറേ പേർ പറയുമായിരിക്കും. ഇവിടെ പോലീസും കേസും കോടതിയും ഒന്നുമില്ലേ? ലോകത്തിൽ ആദ്യമായി മദ്യപിച്ച് വണ്ടിച്ച ആളൊന്നുമല്ല സിദ്ധാർത്ഥ. ക്രിസ്മസ്, ന്യൂ ഇയർ സമയത്ത് മിക്കവാറും എല്ലാവരും മദ്യപിച്ചായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതല്ല ഞാൻ പറയുന്നത്. പക്ഷെ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയായിരുന്നില്ല. ഒരാളെ ചവിട്ടിക്കൂട്ടിയല്ല പ്രതികരിക്കേണ്ടത്. നാണമില്ലേ എന്നാണ് ജിഷിൻ മോഹൻ പറഞ്ഞത്. പുറത്തു വന്ന വീഡിയോയിൽ ഒരാൾ സിദ്ധാർത്ഥിൻ്റെ കഴുത്തിൽ പിടിച്ച് മുറുക്കുന്നത് കാണാം. വീഡിയോ ആര് കണ്ടാലും പ്രശ്നമില്ലെന്ന് ഇയാൾ പറയുന്നുമുണ്ട്. കൂടുതൽ വാർത്തകളുടെ വിശേഷങ്ങൾ അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.